ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ബ്രൈഡ് കീർത്തിയാണ് കേട്ടോ. ആളുടെ വെഡ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടയത്താണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ സാരിയാണ് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോഡിയോട് നന്നായിട്ട് ഹഗ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ സാരി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ആളുടെ ഫേസിലുണ്ടായിരുന്ന അൺവാണ്ടഡ് ഹെയർസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെൻസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ദെൻ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൻ്റെ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ളൊരു മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് ഫേസിലും നെക്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐയുടെ ഭാഗം കൺസീലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. തന്നെ ഞാൻ നല്ല രീതിയിലൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കീർത്തിയുടെ ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞാനൊരു ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർഹെഡ്, ലിപ്പിൻ്റെ താഴെ വരുന്ന ആ ഒരു ഭാഗം, അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ കുറച്ച് ഡാർക്കായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ഫൗണ്ടേഷനാണ് ഫസ്റ്റ് ബേസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ ലൈറ്റ് ബേസ് കൊടുത്തിട്ടാണ് കേട്ടോ ആളുടെ മേക്കപ്പ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹെവി ആയിട്ടുള്ളൊരു ലുക്ക് വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സെറ്റിലായിട്ട് മാത്രമാണ് ഞാൻ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓരോ ഏരിയയും ബ്ലെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ബ്ലെൻഡിങ് ആയോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഫേസിൽ നല്ല രീതിയിലൊന്ന് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കീർത്തിയുടെ ഐബ്രോസും ഐ മേക്കപ്പ് ഞാൻ കുറച്ച് ബോൾഡായിട്ടാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാനൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തന്നെ അതൊന്ന് ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോസ് എൻഹാൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഐബ്രോസ് ഫിനിഷ് ചെയ്ത് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ഒരു ബ്രൗൺ ആണ് കേട്ടോ ബേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ബ്രൗൺ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഷിമ്മർ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലോട്ടിൻ്റെ ജെൽ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ലൈൻ ചെയ്ത ഭാഗം ഞാൻ കുറച്ചിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐയുടെ വാട്ടർ ലൈനിലും ഞാൻ ജെൽ ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഐ ഒന്ന് എൻഹാൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്ക് ലാഷസ് ആഡ് ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സ് ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. നോസ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കോണ്ടോറിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചീക്ക്, ചിന്ന്, ഫോർഹെഡൊക്കെ നല്ല രീതിയിൽ ഞാനൊന്ന് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ കോണ്ടോറിങ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലഷാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. വളരെ നാച്ചുറലായിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലഷും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ലിപ്സ്റ്റിക് അപ്ലിക്കേഷന് മുന്നേ തന്നെ ഒന്ന് ലിപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ബ്രൈഡിൻ്റെ സ്കിൻ ടോണിനും സാരിക്കൊക്കെ സ്യൂട്ടാവുന്ന രീതിയിൽ ഒരു ലിപ്സ്റ്റിക്കാണ് ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്പിൻ്റെ ഷേപ്പ് നന്നായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു ചെറിയ ബിന്ദിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനായ ഹൈലൈറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഒന്ന് ഹൈലൈറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ ബേസ്ഡ് പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. മാക്കിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫിക്സിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തു. അർബൻ ഡെക്കയുടെ ഫിക്സിംഗ് സ്പ്രേ ആണ് കേട്ടോ. വളരെ നാച്ചുറലായിട്ടാണ് കേട്ടോ ആളുടെ സ്കിൻ ടോൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ്. നല്ല ഫിനിഷിങ്ങിൽ നല്ല ഗ്ലോ ആയിട്ട് ആളുടെ മേക്കപ്പ് വന്നിട്ടുണ്ട്. സാധാരണ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഹെയർ ക്രിമ്പിങ് ചെയ്യാറുണ്ട്. ഈ ടൈം നമ്മൾ ഫുൾ മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൈഡിൻ്റെ ഹെയർ തിക്ക് കുറവായിരുന്നു, അതുപോലെ തന്നെ വോളിയൂം കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ സെക്ഷൻ എടുത്തിട്ടാണ് കേട്ടോ ക്രിമ്പിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വോളിയം കുറഞ്ഞ ഹെയറിനെ നമ്മൾ അങ്ങനെ ചെറിയ ലെയറായിട്ട് നമ്മൾ ക്രിംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ വോളിയം കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മൾ ആളുടെ പ്രീ വെഡ്ഡിങ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണെങ്കിലും ഹെയർ ക്രിമ്പിങ് പോലും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ആളോട് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിൽ ഇടരുത്, കണ്ടീഷണർ യൂസ് ചെയ്യരുതെന്നൊക്കെ. പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ആളുടെ ഹെയർ. ആളുടെ ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത് എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ.
ഒരു മീഡിയം ലെങ്ത്തിൽ വരുന്ന എക്സ്റ്റൻഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റൈലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഫ്ലവർ സെറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതാ ഒരു ഡോണറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഹെയറിന്റെ മേളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഇതുപോലെ ഒന്ന് ഒരു വേണി പോലെ നമ്മൾ മുല്ലപ്പൂ മാത്രം വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ബാക്കി വരുന്ന ആ ഗ്യാപ്പിൽ മൊത്തം നമ്മൾ ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ലെയർ ആയിട്ട് ഫ്ലവറിനെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. കുറച്ചും കൂടെ തിക്കായിട്ട് തോന്നുമ്പോൾ ഭംഗി കൂടുതലായിരിക്കും ഫ്ലവറിന്. അത്യാവശ്യം നല്ല രീതിയിൽ യൂപ്പിൻ വെച്ച് ഞാൻ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഏതൊരു വീഡിയോ എടുത്താലും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഫ്ലവർ സെറ്റിങ്ങിന്റെ വീഡിയോയിലായിരിക്കും കേട്ടോ. റീച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് കമന്റ്സും അതിൽ വരാറുണ്ട്. ഓരോ ബ്രൈഡ്സിനും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. പക്ഷെ കമന്റ്സിൽ വരുന്നത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ ഒരുപാട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രൈഡ്സിന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കൂടുതൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഹെയറിൽ ഫ്ലവർ സെറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ അവരോട് സജഷൻസ് കൊടുക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ. പക്ഷെ കൂടുതലും അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ വിട്ടുകൊടുക്കാറ് കേട്ടോ. മിക്ക ബ്രൈഡ്സിനും കല്യാണം ഉറപ്പിക്കുന്ന ടൈമിൽ തന്നെ ഉണ്ടാകും അവർക്ക് എങ്ങനെ റെഡി ആവണം എന്നുള്ളൊരു പ്ലാൻ. ഓൾറെഡി പിൻട്രസ്റ്റും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് എങ്ങനെ ചേരും എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഒരുക്കി വിടുന്നത് കേട്ടോ. കീർത്തിക്ക് ആൾക്കൂടെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ഒരുപാട് മേക്കപ്പ് തോന്നുന്ന രീതിയിലാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ട്രയലിൽ വന്നിട്ടുണ്ടായിരുന്നു ബുക്കിങ്ങിന് ശേഷം. ട്രയൽ എടുത്തിട്ടുള്ള ബ്രൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഡിങ്ങിന് ഒരുപാട് സജഷൻസ് പിന്നെ ചോദിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഓൾറെഡി ട്രയൽ പോയേക്കുന്നതുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കീർത്തി ആദ്യം എടുത്ത സാരി ഈ ത്രെഡ് വന്നിട്ട് ഒരു സിൽവർ കളർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഓർണമെന്റ്സിന് സ്യൂട്ട് ആകാത്തതുകൊണ്ട് അത് മാറ്റി രണ്ടാമത് എടുത്ത സാരി ആയിരുന്നു കേട്ടോ ഇത്. നന്നായിട്ട് ആൾക്ക് സ്യൂട്ടായി പോകുന്നുണ്ടായിരുന്നു. ഓർണമെന്റ്സിനോടാണെങ്കിലും നല്ല രീതിയിൽ ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ്. മിക്ക ബ്രൈഡ്സും സാരി എടുക്കാൻ നേരത്ത് വാം ലൈറ്റിലായിരിക്കും അല്ലേ സാരി സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കളറും നമ്മുടെ ഫേസിന് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകും. പക്ഷെ എപ്പോഴും സാരി എടുക്കാൻ നേരത്ത് ഡേ ലൈറ്റിലും കൂടെ ആളുടെ ഫേസിന് ചേരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വാം ലൈറ്റിൽ വരാൻ നേരത്ത് എല്ലാ കളറും നമുക്ക് നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്നത് പോലെ തോന്നും. ചില കളേഴ്സ് വാം ലൈറ്റിലല്ലാതെ നോക്കാൻ നേരത്ത് നമ്മുടെ ഫേസിന് ഉള്ള കളർ കൂടെ ഡള്ളാക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചില ബ്രൈഡ്സിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ അവരോട് അത് ഷെയർ ചെയ്യാറില്ല കേട്ടോ. കാര്യം അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ശ്രദ്ധയോടെ സാരിയൊക്കെ സെലക്ട് ചെയ്യണം കേട്ടോ. കീർത്തി ഓൾറെഡി ഒരു ഫാൻ എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെഡിങ് ഡേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിക്ക ബ്രൈഡും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതുപോലൊരു ഫാൻ വാങ്ങി നിങ്ങൾ ചാർജ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ ഫുൾ മേക്ക് ഓവർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആള് പറയുന്നത് ജിൻക്ക് കുറച്ച് ഹെവി ആയതുകൊണ്ടിട്ട് നല്ല പെയിൻ ഉണ്ടെന്ന്. അപ്പൊ നമ്മളത് റിമൂവ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കർ കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റും അതുപോലെ ബ്രൈഡ്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഹെവി ആയിട്ട് നമ്മൾ ജ്വല്ലറി ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. ജിമിക്കൊക്കെ ഹെവി ആവുമ്പോൾ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ആ പെയിൻ മാറാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിക്കർ. അത് നമ്മൾ കാതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നോർമലി ഇടുന്ന പോലെ ഇട്ടാൽ മതി. ആ ഒരു ഹെവിനെസ് അങ്ങ് നന്നായിട്ട് കുറയും കേട്ടോ. ഈ ഒരു സംഭവം ബ്രൈഡ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ഹെവി ആയിട്ടുള്ള ജിംകാസ് ഒക്കെ യൂസ് ചെയ്യാൻ നേരത്ത് പെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം കേട്ടോ. പിന്നെ ആളുടെ ഫേസിൽ രണ്ട് സൈഡിലും ഇതുപോലെ ഹെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹെയർ ഒന്ന് സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്ത് ലെങ്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞതിന് നേരത്തെ നമ്മൾ കീർത്തിയുടെ മേക്ക് ഓവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യാനും അതുപോലെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കീർത്തിയുടെ മേക്ക് ഓവർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്.